ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 13 വെള്ളിയാഴ്ച 6 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ഇതിൽ ആദ്യത്തേത് പ്രീ ഡിഗ്രി അത്ര ചെറിയ ഡിഗ്രിയല്ല എന്ന സിനിമയാണ്. റാഫി മധുര എന്ന എന്റെ നാട്ടുകാരൻ തിരക്കഥ സംഭാഷണ സംവിധാനം നിർവഹിച്ച് നിർമ്മിക്കുന്ന സിനിമ. ചിത്രത്തിൽ ജോണി ആന്റണി, ബിനു പപ്പു, ജയൻ ചേർത്തല, സന്തോഷ് കീഴാറ്റൂർ, ബാലാജി ശർമ്മ, സോന നായർ, ലക്ഷ്മി പ്രിയ, വീണ നായർ, മഞ്ജു പത്രോസ്, ബഷീർ കല്ലൂരിവിള, റിയാസ് നർമ്മകല, ബിജു കലാവേദി, മുൻഷി ഹരി എന്നിങ്ങനെയാണ് താരങ്ങൾ. എന്റെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ ബഷീർ കല്ലൂരിവിള ഇതിലൊരു ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ചിത്രത്തിന് സംഗീതം പറഞ്ഞിരിക്കുന്നത് ഫിറോസ് നാഥാണ്. എന്റെ നാട്ടുകാരൻ കൂടിയായ ഉണ്ണി മടവൂരാണ് ഈ സിനിമയുടെ DOP, അതായത് ഛായാഗ്രഹണം. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വിപിൻ മണ്ണൂറാണ്. കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശത്തുമെല്ലാം ഒരേ ദിവസം റിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിലവിൽ 120ഓളം സ്ക്രീനുകളാണ് ലഭ്യമായിട്ടുള്ളത്. ജോസഫ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നിങ്ങനെ വൻ വിജയം നേടിയെടുത്ത ഒട്ടനവധി സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയ ഷാഹി കബീർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് റോന്ത്. നാളെ ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു, സുധി കോപ്പ, ലക്ഷ്മി മേനോൻ, നന്ദനുണി, അരുൺ ചെറുകാവിൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ ചിത്രത്തിന്റെ ട്രെയിലർ വമ്പൻ ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിരുന്നത്. ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മനേഷ് മാധവനാണ്. അനിൽ ജോൺസൺ സംഗീതം പകർന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് പ്രവീൺ മംഗലത്തുമാണ്. നാളെ ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മൂന്നാമത്തെ മലയാള സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമ S. വിപിനാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ അനശ്വര രാജൻ, ജോമോൻ ജ്യോതിർ, മല്ലിക സുകുമാരൻ, നോബി മാർക്കോസ്, അസീസ് നെടുമങ്ങാട്, ബൈജു, സിജു സണ്ണി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. റഹീം അബൂബക്കർ ഛായാഗ്രഹണം നിർവഹിച്ച ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ജോൺ കുട്ടിയാണ്. നേരറിയും നേരത്ത് എന്ന മലയാള സിനിമയാണ് നാളെ തിയേറ്ററിലെത്തുന്ന നാലാമത്തെ മലയാള സിനിമ. അഭിരാം രാധാകൃഷ്ണൻ നായകനാകുന്ന ഈ സിനിമ രഞ്ജിത്ത് വേണുഗോപാലാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. S. ചിദംബരകൃഷ്ണൻ നിർമ്മിച്ച ഈ സിനിമയുടെ മ്യൂസിക് TS വിഷ്ണുവാണ്. ഉദയൻ അമ്പാടി DOPയും മനു ഷാജു എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഷിബില ഫറ, സാദിദാസ് പ്രഭു, രാജേഷ് അഴീക്കോടൻ, ശ്വേത വിനോദ്, നിശാന്ത് SS, അപർണ വിവേക്, സാരഥി ഷിബു എന്നിങ്ങനെ ഒട്ടനവധി പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത്. ഷൈൻ ടോം ചാക്ക നായകനാകുന്ന ദി പ്രൊട്ടക്ടർ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. മണിക്കുട്ടൻ, ബോബൻ ആലുമൂടൻ, തലൈവാസൽ വിജയ്, ദേവി ചന്ദന, സജി സോമൻ, മൊട്ട രാജേന്ദ്രൻ, ശിവജി ഗുരുവായൂർ, ഡയാന എന്നിങ്ങനെയാണ് താരങ്ങൾ. അജേഷ് ആന്റണി തിരക്കഥ എഴുതി GM മനു ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. രജീഷ് രാമൻ DOPയും ജിനേഷ് ആന്റണി സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. നവാഗതയായ രേവതി S. വർമ്മ സംവിധാനം ചെയ്യുന്ന ഈ വരയം എന്ന സിനിമ നാളെ ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ശ്രീജിത്ത് മോഹൻദാസ് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ആഷ്ലി ഉഷ, രഞ്ജി പണിയർ, നന്ദു, മുത്തുമണി, ഷാലു റഹീം എന്നിങ്ങനെയാണ് താരങ്ങൾ. അരവിന്ദ് കമലനാഥൻ DOPയും ശശികുമാർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അന്തരിച്ച ജെറി അമൽദേവാണ് ഈ സിനിമയുടെ സംഗീതം പകർന്നത്. ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ജൂൺ 10 OTT റിലീസ് പൂർത്തിയായ പടക്കളം എന്ന സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 2 ലക്ഷം രൂപയായിരുന്നു. നവാഗതനായ മനു സ്വരാജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ May 8 തിയേറ്ററിലെത്തിയിരുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 34 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 12,50,00,000 രൂപയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 17,50,00,000 റേഞ്ചിലുമാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി May 23 തിയേറ്ററിലെത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ 19 ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 4,72,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും 6.5 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT റിലീസിംഗ് ഈ വരുന്ന ജൂൺ 20 നവാഗതനായ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് May 9 തിയേറ്ററിലെത്തിയ ഈ സിനിമ 33 ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 17,15,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 33 ദിവസത്തെ കേരള കളക്ഷൻ. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 കോടി റേഞ്ചിൽ തന്നെയാണ്. ടോവിനോ തോമസിന്റെ നരിവേട്ട എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രം 20 ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 19 ലക്ഷം രൂപയാണ്. ആദ്യ 20 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ 16,55,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ 21 ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ 18 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 21 ദിവസത്തെ കേരള കളക്ഷനായി ഈ സിനിമ ഏകദേശം 16,75,00,000 റേഞ്ചിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 29 കോടിക്ക് മുകളിൽ തന്നെയാണ്. ആസിഫ് അലി നായകനായി നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂൺ 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ഇന്ന് വ്യാഴാഴ്ചയോടെ ആദ്യ 7 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. ചിത്രം ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിരുന്നത് 3,35,00,000 രൂപയായിരുന്നു. 7 ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഒരാഴ്ചയിലെ കേരള കളക്ഷൻ 3,60,00,000 റേഞ്ചിലാണ്. ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷൻ സംബന്ധമായ യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. എങ്കിലും 5.5-6 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ 6 ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 26 ലക്ഷം രൂപയായിരുന്നു. 2,63,00,000 രൂപയാണ് ഈ സിനിമ 6 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയത്. 7 ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2,83,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷൻ. കേരളത്തിൽ ഈ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ ഷെയർ ലഭ്യമായിട്ടുമുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 3 കോടിക്ക് മുകളിലുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.